ഇവൻ വണ്ടി ഓടിക്കുവോ? ഞാൻ ഓടിക്കും. കൊടുക്കരുത്. വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ ഇടിച്ച് ഇവൻ ആളുകളെയും കൊല്ലും, ഇവനും ചാവും. അതുകൊണ്ട് ഒരിക്കലും വണ്ടി കൊടുക്കരുത്. പിന്നെ എന്താണ് ബിസിനസ് ഒക്കെ അവന് താല്പര്യമുണ്ട്, ഒരിക്കലും പൈസ കൊടുക്കരുത്. ഇവൻ നശിച്ച് ധാരാളം എഞ്ചിനീയർ ആക്കണമെന്നായിരുന്നു, ഡോക്ടർ ആക്കണമെന്നായിരുന്നു. പഠിപ്പ് കണ്ടപ്പോ അങ്ങനെയുള്ള വലിയ ചേസ് ചെയ്യും. രണ്ടു കൂട്ടരും കൂടെ ചേസ് ചെയ്ത് വന്നു. അപ്പൊ ഇവൻ എത്ര കിലോമീറ്റർ ആയെന്നൊന്ന് നോക്കിയാ പിന്നെ അവനൊന്നും നോക്കിയിട്ട് പിന്നെ നേരെ നോക്കിയപ്പോഴത്തേക്ക് മതിലെത്തി. അപ്പൊ 30 ദിവസം കൂടി തടി കൊടുത്തു. എന്നിട്ട് ഞാൻ മുകേഷ് ഏട്ടനൊക്കെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കടലിൽ പോയി നമ്മുടെ ഒന്നും ചെയ്യരുത്. ഞാനും അങ്ങനെ നീന്തൽ പഠിച്ചത്. ഇവൻ പറഞ്ഞ പട്ടി കുറുക്ക ചാടിയാന്ന്. അപ്പൊ മുകേഷ് ഏട്ടൻ പറഞ്ഞു, ഇവന്മാരെല്ലാം പറയുന്ന ഒരു വാക്കാണ്, ഒരിക്കലും അതല്ല. ഇവര് ജ്യൂസ് കുടിക്കാൻ പോയി. അപ്പൊ ഇവന്മാര് പറഞ്ഞു, എന്തോ ഇത്ര നേരമായിട്ട് കാണുന്നില്ല. ഞാൻ പിന്നെ കണ്ട വീട്ടിലിരിക്കുന്നവരെ വിഷമം മനസ്സിലായ. ഇവന്റെ കസിൻ ചെറിയവൻ പറയും, ഇല്ല അങ്ങനെയുള്ള ദിവസങ്ങളെ ബാറിൽ തന്നെ കിടന്നോളാം. ഹായ് ഹലോ കൗമുദി വ്യൂവേഴ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മമ്മി ആൻഡ് മീ. ഒരു വലിയ കലാകുടുംബത്തിലെ ഒരു മമ്മിയും സണ്ണുമാണ് ഇന്ന് എന്നെ ജോയിൻ ചെയ്യുന്നത്. സോ ലെറ്റ് മീ വെൽക്കം ദിവ്യദർശൻ ആൻഡ് സന്ധ്യ രാജേന്ദ്രൻ. നമസ്കാരം. നമസ്കാരം. എനിക്ക് ബ്രോ കുറച്ച് ടെൻഷനായിട്ട് ഇരിക്കുന്ന പോലെ തോന്നി. ഇവർ എന്തൊക്കെ ചോദിക്കുന്നത് നമുക്കിപ്പോഴും നമ്മുടെ മമ്മയുടെ ഫ്രണ്ടിലിരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടല്ലോ. അതും ഇങ്ങനെ ഒരു സ്ട്രോങ് ലേഡി കൂടെ ആകുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ട് അല്ലേ? കുറച്ച് ടെൻഷൻ ഉണ്ട്. അപ്പോൾ മാം മീൻസ് ഇപ്പം October 26, 1987 അന്നാണ് അല്ലേ? അതല്ലേ കറക്റ്റ് ബർത്ത് ഔട്ട് ഡേറ്റ്. അപ്പോൾ ദിവ്യദർശനെ ഈ ഒരു പേര് ദിവ്യദർശൻ എന്നുള്ള പേര് ആരാ സജസ്റ്റ് ചെയ്തത്? അത് അവന്റെ അച്ഛൻ ഇട്ടിട്ടുള്ളതാണ്. അച്ഛൻ ആദ്യകാലത്ത് ഗൾഫിൽ കേരളത്തിൽ നിന്ന് പോയ ഒരാളാണ്. ആദ്യകാലം ബഹ്റിനിലായിരുന്നു. അപ്പൊ അച്ഛന്റെ മനസ്സിൽ ഈ കൊച്ചുമക്കൾക്കുള്ള പേരെല്ലാം അദ്ദേഹം മനസ്സിൽ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ ഓരോരുത്തർക്കിടും. ഹസ്ബൻഡിന്റെ മൂത്ത ബ്രദറിന്റെ മകന്റെ പേര് പ്രിയദർശൻ എന്നാണ്. ഫസ്റ്റ് ശിവദർശൻ, വേറൊരു ബ്രദറിന്റെ മകൻ ശിവദർശൻ. അവന്റെ അനിയന്റെ പേര് ശക്തിദർശൻ, മറ്റേതൊരു പ്രിയദർശൻ. അപ്പൊ ഇവൻ എന്തായിരിക്കും എന്നുള്ളൊരു ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ ഞങ്ങൾ മനസ്സിൽ പലതും വിചാരിച്ചെങ്കിലും അച്ചാച്ചന്റെ പേര് അയ്യപ്പൻ എന്നാണ്. അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ അയ്യപ്പ ദർശൻ എന്ന് ഇടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛനിട്ടത് ദിവ്യദർശൻ എന്നാണ്. രണ്ടാമതൊരു മകനുണ്ടെങ്കിൽ ദയാദർശൻ എന്നായിരുന്നു വെച്ചിരുന്നത്. പിന്നെ ഞങ്ങളോട് പറഞ്ഞു. പക്ഷെ രണ്ടാമത് അച്ഛന് അത് ഇടേണ്ടി വന്നില്ല. അപ്പൊ ഇവന്റെ മകൾക്ക് ഞങ്ങൾ ദയാന്ന് പേരിട്ടു. കലാകുടുംബത്തിൽ വരുന്ന നമുക്കൊരു പ്രഷറുണ്ട്. നമ്മൾ ഇവരുടെ അത്രയും പെർഫോം ചെയ്യുമോ, നമ്മളുടെ എന്താ പറയുക പെർഫോമൻസ് എങ്ങനെയായിരിക്കും. ഇപ്പം നമ്മൾ ഏത് ഫീൽഡാണ്, ഇപ്പം നമ്മൾ ആക്ടിങ് ആണെങ്കിലും പാട്ടാണെങ്കിലും എന്താണെങ്കിലും നമുക്കൊരു പ്രഷറുണ്ട്. ആ ഒരു പ്രഷർ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ പ്രഷറൊന്നും ഇല്ലായിരുന്നു. കാരണം അവരൊക്കെ കാട്ടി നന്നായിട്ട് ചെയ്യുന്ന എനിക്ക് ഞാൻ ഫുൾ കോൺഫിഡൻസ് ആണ്. അപ്പൊ ഈ സ്കൂളിലൊക്കെ ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മളുടെ ആരെങ്കിലും ഒരു പെർഫോമർ നമ്മുടെ ഫാമിലി ഉണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിലൊക്കെ എന്തെങ്കിലും ആണെങ്കിൽ ആദ്യം ദിവ്യദർശനം വിളിക്കും, എന്നാൽ ഇതവൻ ചെയ്യട്ടെ അങ്ങനെ പറയുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു സ്കൂളിൽ? സ്കൂളിൽ എപ്പോഴും മറ്റേ ഈ ഡ്രാമയും യൂത്ത് ഫെസ്റ്റിവലിൽ ഇതൊക്കെ ഉള്ളപ്പോൾ എന്തായാലും ഫാൻസി ഡ്രസ്സ് തൊട്ട് ചെറുപ്പത്തിൽ ഫാൻസി ഡ്രസ്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ട്. അന്ന് വളരെ ചെറുതായിരുന്നു. അന്ന് തൊട്ട് ഫാൻസി ഡ്രസ്സിൽ നിന്നാ തുടങ്ങിയ. പിന്നെ എല്ലാം ഫസ്റ്റ് ആയിരുന്നു. ചെല്ലുമ്പോ ഫാദർ ചോദിക്കും. എന്നിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഭയങ്കര സ്ട്രിക്ട് ഫാദർ ആയിട്ട് തങ്കശ്ശേരി ഇൻഫന്റ് ജീസസിൽ ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ഭയങ്കര സ്ട്രിക്റ്റ്. അത് കൊല്ലം അല്ല കേരളം മൊത്തം അറിയാം. പ്രിൻസിപ്പൽ കായ. അപ്പൊ പുള്ളിക്കാരൻ എൻ്റെ ചോദിച്ചു, ഇതെങ്ങനെ പുതിയ ഐഡിയ കൊണ്ടുവരുന്നത്? നമ്മളിപ്പോ എന്തൊരു ഐഡിയ പറഞ്ഞാലും കോപ്പറേറ്റ് ചെയ്യുമായിരുന്നു. അത് കാരണം ഇവൻ ഫാൻസി ഡ്രസ് ഉണ്ടെങ്കിൽ മറ്റു കുട്ടികൾക്ക് വരാനൊരു ദിവ്യദർശൻ കൊണ്ടുപോകും. ഒരു പ്രാവശ്യം ഇതൊക്കെ എന്നെയും ഫാദറും ഞാനും ഇവനും കൂടെ നിന്നിട്ട് ഫോട്ടോ എടുത്ത് അവരെ സ്കൂൾ മാഗസീനിൽ ഇട്ടിട്ടുള്ളത്. അതൊരു അന്ന് ഈ സാക്ഷരത അത് തുടങ്ങിയ സമയമായിരുന്നു. ഒരു വയസ്സായ സ്ത്രീ ഒരു സ്ലേറ്റുമായിട്ട് പഠിക്കാൻ പോകുന്നതായിട്ട്. അമ്മ ഈ ഗ്രോയിങ് അപ്പ് ഇല്ലേ ദിവ്യദർശന്റെ ഈ കുറച്ച് ചെറിയ കുസൃതികൾ, അല്ലെങ്കിൽ നമ്മൾ അമ്മ എപ്പോഴും ചെറിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെമ്മറീസ്? കുസൃതി ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ വീട്ടിൽ ഒരൊറ്റ പെൺകുട്ടികൾ വരില്ല. അവന്റെ പ്രായത്തിൽ ഒരു 2 വയസ്സ് മുതൽ ഒരു 5 വയസ്സ് വരെ
ഇവൻ ഉപദ്രവിക്കും അവര്. ഓ, ശരി. ഭയങ്കരമായിട്ട് അവരെ പിടിച്ച് നമ്മൾ കാണാതെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലായിരിക്കും ഉപദ്രവം ചെല്ലുന്നത്. അപ്പം എൻ്റെ സിസ്റ്റർ മോളുണ്ട്, ഇവര് ഒരേ പ്രായമാണ്. അപ്പോൾ രണ്ടുപേരും കൂടെ നിർത്തി ഒരു ഫോട്ടോ എടുക്കണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇവിടെ മുറ്റത്ത് നിർത്തി നമ്മൾ ഫോട്ടോ എടുത്ത് രണ്ടുപേരും കെട്ടിപ്പിടിച്ച്, ആ ഫോട്ടോ ഇപ്പോഴും ഉണ്ട്, കെട്ടിപ്പിടിച്ച് നിന്ന് ചിരിച്ച് നിന്നു. നമ്മൾ ഈ ഫ്രെയിമിലൊന്ന് നോക്കുന്ന സമയം കൊച്ചിന്റെ കരച്ചിലാണ് കേൾക്കുന്നത്. അപ്പത്തേക്ക് ഇവിടെ കാലെ പിടിച്ച് വലിച്ചോണ്ട് ഇവൻ വരികയാണ്. അവനതൊരു ഹോബിയായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ. സ്കൂളിൽ പോയാൽ ഇവൻ കംപ്ലൈന്റുകൾ ഒരുപാട്. പക്ഷെ ആദ്യത്തെ ദിവസം തന്നെ എനിക്കൊന്ന് തിരിച്ചു കിട്ടിയെന്ന്. ആരെ എവിടെന്നോ തിരിച്ചു കിട്ടി. ഭയങ്കര ജെന്റിൽമാനാ സ്കൂളിൽ. ഒരു കംപ്ലൈന്റും ആരെങ്കിലും ഉപദ്രവിച്ചെന്നോ അല്ലെ വഴക്കൂടിയെന്നോ പറഞ്ഞിട്ട് വന്നിട്ടില്ല. പഠിക്കാനെന്ന് പറഞ്ഞാല് അവൻ പറയുന്ന അവൻ മിടുക്കനാണ്, പക്ഷെ ആവറേജ്. ആവശ്യത്തിന് പഠിച്ചാൽ മതി. പഠിക്കാനുള്ളത് പഠിക്കും. പക്ഷെ ഞാൻ പറയുന്ന ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. പക്ഷെ മറ്റ് ആക്ടിവിറ്റീസ് ഇപ്പൊ കലയായാലും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇവനൊരു സ്പോർട്സുകാരനാവും. അത് അവൻ നാഷണൽ ചാമ്പ്യൻ വരാൻ. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ വിചാരിക്കാത്ത തലങ്ങളിൽ ഇവൻ ടോപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇല്ല, സാധാരണ നമ്മൾ പറയുമ്പോഴേ സെലിബ്രിറ്റി ഒരു ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ അമ്മമാരിങ്ങനെ പറയും, എന്റെ മകൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടല്ല എന്റെ മകൻ വളരെ ട്രൂത്ത്ഫുൾ ആയിട്ട്. അല്ല, അനാവശ്യമായിട്ട് നമ്മൾ അവരെ ബൂസ്റ്റപ്പ് ചെയ്തിട്ട് അവരുടെ കഴിവിനെ ഇല്ലാതാക്കാൻ പാടില്ല. എപ്പോഴും എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമ്മളൊരു സ്റ്റുഡന്റിന്റെ മനസ്സായിരിക്കണം, എന്നാലേ നമുക്ക് കൂടുതൽ പഠിക്കാനും അറിയാനും പറ്റും. അവനും അങ്ങനെ തന്നെ വളരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ ആരായിരുന്നു ഒരു ഹീറോ? കാരണം നമ്മുടെ ഫാമിലിയില് എന്ന് പറയുമ്പോൾ മുകേഷ് ഏട്ടൻ നമ്മുടെ അങ്കിളാണ്. എന്ന് വെച്ചാൽ എന്താ പറയാ, സിനിമ എന്ന് പറഞ്ഞ ആ ഒരു ടൈമിലില്ലേ മുകേഷ് ഏട്ടൻ ഗോൾഡൻ എറയാണ്. അപ്പൊ നമ്മളുടെ ഹീറോ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അല്ലേ മുകേഷ് ഏട്ടനാണ്. അപ്പോൾ ആ എങ്ങനെയാണ് ഇൻസ്പിറേഷൻ, എങ്ങനെയായിരുന്നു മുകേഷ് ഏട്ടനായിട്ടുള്ള ഒരു ബന്ധവും കാര്യങ്ങളൊക്കെ? അത് ചെറുപ്പം തൊട്ടേ മാമനാണല്ലോ നമ്മുടെ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എല്ലായിടത്തെയും സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ മാമൻ എൻ്റെ ഒരു ഐഡൽ തന്നെ ആയിരുന്നു. ഇപ്പോൾ സ്കൂളിലാണെങ്കിലും ടീച്ചേഴ്സിൻ്റെ അടുത്താണെങ്കിലും എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഒരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അത് പക്ഷേ യൂട്ടിലൈസ് ഒന്നും ചെയ്തിട്ടില്ല. അത് വളരെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്ത് പോയിട്ടായിരുന്നു. അതെ, അതിലിപ്പോ ഇപ്പം ഈ ആക്ടിങ് അല്ലെങ്കിൽ നമ്മളിപ്പം പ്രൊഡക്ഷൻ ഉണ്ട്, ആക്ടിങ് ഉണ്ട്, പ്രൊഡ്യൂസറാണ്, ആക്ടറാണ്, പിന്നെ ഡയറക്ഷൻ മീൻസ് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു നമ്മളൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ നമ്മളൊരു അഡ്വൈസ് എടുക്കുമല്ലോ ഒരാളുടെ. മീൻസ് ഇവിടെ അഡ്വൈസ് എടുക്കാൻ എല്ലാവരും ഉണ്ട്, അമ്മ. പക്ഷെ എന്നാലും നമ്മളൊരു വൈഡർ ഓഡിയൻസ് ഒരു അഡ്വൈസ് എടുക്കുമല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? ഇപ്പം അങ്ങനെ കോൺവെർസേഷൻസ് ഉണ്ടായിരുന്നു മുകേഷ് ചേട്ടനായിട്ട്? അങ്ങനെ ഫസ്റ്റ് സിനിമ അഭിനയിച്ചപ്പോൾ മാമനും ഉണ്ടായിരുന്നു അതിനകത്ത്, ഹൈഡ് ആൻഡ് സീക്കിനകത്ത്. അപ്പോൾ മാമനത് ആദ്യം ഒക്കെ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മാമൻ്റെ കൂടെ അഭിനയിക്കുമ്പം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് മാമൻ തന്നെ കൂളാക്കി തന്ന്. എന്നാലും ഓവറായിട്ട് അങ്ങനെ ഒരു എന്താ പറയുക നമ്മുടെ കാര്യത്തിൽ കയറി ഇടപെടുകയോ അങ്ങനത്തെ ഇതൊന്നുമില്ല. അമ്മ എന്തായിരുന്നു ഒരു ആഗ്രഹം? ഇപ്പം നമുക്ക് മകളുണ്ടാകുമ്പോൾ ചിലപ്പോൾ പറയുമ്പോൾ എഞ്ചിനീയർ ആക്കണം എന്നായിരുന്നു, ഡോക്ടർ ആക്കണം എന്നായിരുന്നു. പഠിപ്പ് കണ്ടപ്പോൾ അങ്ങനെയുള്ള വലിയ ആഗ്രഹമൊന്നും തോന്നുന്നില്ല. പക്ഷെ എൻ്റെ കൊച്ചച്ഛന് 2 മക്കള് ആ സമയം IAS എടുത്തു. അന്നേരം ഇവനും നോക്കി ഇവനും സ്വയം IAS ആകും എന്നുള്ളൊരു ചിന്ത ഇവന് വന്നു. അപ്പൊ ഇവൻ്റെ ഒക്കെ പറഞ്ഞു, അത് ആദ്യം ഫെസിലിറ്റീസ് ആയി അവൻ ചോദിക്കുന്നത്. അതിനാവാൻ എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം, എല്ലാം 5 സ്റ്റാർ ഫെസിലിറ്റിയാണ് ചെയ്യുന്നത്. അവനെ പോയി പഠിക്കണം എന്ന്. പക്ഷെ അവന് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഏറ്റവും നല്ല സ്ഥലത്ത് തന്നെ. അത് അവൻ്റെ അച്ഛനും നിർബന്ധമായിരുന്നു. അപ്പം MBA IMT എന്നാണ് അവൻ MBA എടുത്തത്. അത് ഇവന്റെ ജാതകത്തിലുണ്ട്. ഇവൻ പഠിപ്പ് ഇടയ്ക്ക് വെച്ച് ബ്രേക്കായി പോകുന്നു, നിന്നു പോകുന്നു. അപ്പൊ ഞാൻ ഇവന്റെ ഒക്കെ പറഞ്ഞു, ഇവന് എന്റെ ഒരു പ്രാവശ്യം എൻ്റെ ഒക്കെ പറഞ്ഞു, ഇങ്ങനെ തിരുവനന്തപുരത്ത് വലിയൊരു ജോലിസ്ഥരുണ്ടമ്മ, നമുക്കൊന്ന് പോകാം എന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, ഞാൻ കണ്ടിട്ടില്ല. കൊണ്ടുവന്ന് ജാതകം, ഇവന്റെ ജാതകം വെച്ച് ഇങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കല്ലേ, ഇവനിപ്പോ എന്തോ ആകും എന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇയാള് നോക്കിയിട്ട് പറഞ്ഞ്, ഇവൻ വണ്ടി ഓടിക്കുവോ? ഞാൻ ഓടിക്കും. കൊടുക്കരുത്. വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ ഇടിച്ച് ഇവൻ ആളുകളെയും കൊല്ലും, ഇവനും ചാവും. അതുകൊണ്ട് ഒരിക്കലും വണ്ടി കൊടുക്കരുത്. പിന്നെ എന്താണ് ബിസിനസ് ഒക്കെ? ഞാൻ താല്പര്യമുണ്ട്, ഒരിക്കലും പൈസ കൊടുക്കരുത്. ഇവൻ നശിച്ച് നാറാണ്. അങ്ങനെ ഈ നെഗറ്റീവ് എന്തൊക്കെ ഉണ്ടോ. അപ്പൊ അവിടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഉരുകുക.
അതാ ഭയങ്കര ഫീസ്. ഞാൻ ദൈവമേ ഈ പൈസയും കൊടുത്ത് നമ്മളെന്ത് കാര്യത്തിന്. എന്നിട്ട് ഞാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു ചിങ്കു ഇതിനെല്ലാം നമ്മൾ പ്രതികാരം മോന്റെ ജാതകത്തിലുണ്ട്, ഇന്ന സ്ഥലത്ത് നിനക്കൊരു ബ്രേക്ക് ഉണ്ടാകും, അതൊക്കെ കള്ളമാണ്. നമ്മൾ വിചാരിച്ച ഇതൊക്കെ നടക്കും, ആ വാശി ഉണ്ടായാൽ നിനക്ക് ഇതെല്ലാം നടക്കും എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും അവൻ ആ ഒരു വാശിപ്പുറത്താണ് അവൻ ഏറ്റവും നല്ല സ്ഥലത്തു നിന്ന് തന്നെ MBA എടുത്തു. ദുബായിലായിരുന്നു പഠിച്ച IMTക്ക്. അവിടെ നിന്ന് MBA പാസ്സായിട്ട് വന്നു. വീട്ടിലെന്താ വിളിക്കുന്നത്? വീട്ടിൽ ചിങ്കൂന്നാണ്. ചിങ്കൂന്ന് ഞാൻ വീട്ടിൽ മാത്രമല്ല അറിയാവുന്ന എല്ലാവരും സെറ്റിലെല്ലാവരും ചിങ്കൂന്ന് തന്നെ വിളിക്കും. കാരണം കുഞ്ഞിലെ മുതലേ ഇവനെ കണ്ട് കൂടെ നിൽക്കുന്നവര്, നമ്മളോടെ നിൽക്കുന്നത് വർഷങ്ങളായിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ എല്ലാരും ചിങ്കൂന്ന് തന്നെയാ വിളിക്കുന്നത്. അത് ശരി, അത് ശരി. ഇപ്പം ഞാൻ ഈ ഇൻസ്പിറേഷന്റെ കാര്യം പറഞ്ഞു. ഇപ്പം നമ്മളിപ്പം MBA അല്ലെ ഒരു ജോലി ചെയ്യണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് ബിസിനസ് ഉണ്ട്, അപ്പൊ അത് ടേക്ക് കെയർ ചെയ്ത് അത് നീ പ്രോപ്പറായിട്ട് ഓടിച്ചാൽ മതി, അങ്ങനെ എന്തായിരുന്നു അമ്മയുടെ ഒരു? അല്ല, എനിക്ക് MBA കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ജോലി എന്തെങ്കിലും നോക്കാൻ പറഞ്ഞു. അപ്പൊ ഇവന് ഫെറാറി വേൾഡിൽ ഇപ്പൊ ഇവന്റെ അവിടുത്തെ ഇവന്റെ പിന്നെ ഇതായിട്ട് കൊടുത്തിരുന്നത് ചേട്ടന്റെ കൂടാണ് യൂസഫ് അലി, അദ്ദേഹത്തിന്റെ അനുജൻ അഷ്റഫ് അലി പഠിച്ചത്. അപ്പൊ അഷ്റഫ് അലി ആയിരുന്നു ഇവന്റെ പേരന്റ് ഗാർഡിയൻ അവിടെ. അപ്പം പുള്ളിക്കാരൻ ചോദിച്ചു പഠിച്ചു കഴിയുമ്പോൾ ഇവനോട് ചോദിച്ചു എന്താണ് പ്ലാൻ. സ്വതവേ അദ്ദേഹം പ്രതീക്ഷിച്ചത് ഇവൻ എനിക്ക് ലൂലുവിൽ കയറണം എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇവൻ പറഞ്ഞു ഫെറാറി വേൾഡിൽ കയറണം. അത് കഴിഞ്ഞിട്ട് ഇവൻ അവിടെ ഫെറാറി വേൾഡിൽ ജോലി ഒരുവിധം ഇവൻ ശ്രമിച്ചൊക്കെ ആയെന്ന് പറഞ്ഞപ്പോ ഇവനൊക്കെ പറഞ്ഞു അമ്മ അവിടെ ജോലി വേണമെങ്കിൽ കിട്ടും, പക്ഷെ ഈ ടൈം എന്റെ വിലപ്പെട്ട ടൈമാണ്. അപ്പൊ ഇത് എനിക്ക് 1 വർഷം തരൂ, ഞാൻ വന്നൊന്നൊരു ഫിലിമിൽ അഭിനയിച്ചിട്ട് ഞാൻ പിന്നെ തിരിച്ചു പോയിക്കൊള്ളാം. അപ്പൊ ഞാനും വിചാരിച്ചു അങ്ങനെ ആവാ. അപ്പോഴും ഇവൻ നമ്മുടെ മനസ്സിലില്ല, നമ്മളെടുക്കുന്ന പ്രോജക്റ്റിൽ ഇവൻ അല്ല. ഇവൻ പ്രൊഡക്ഷനിൽ കൂടെ നിന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചോളൂ, അത് എന്താണെന്നുള്ള പഠിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചോളൂ. പക്ഷെ പല ആൾക്കാരെ അപ്രോച്ച് ചെയ്തിട്ട് ഒന്നും ആ നായകന്റെ ക്യാരക്ടർ ആരും അങ്ങോട്ട് ഒത്തു വന്നില്ല. അപ്പൊ ഇവ എനിക്ക് ചോദിച്ചാൽ എന്തുകൊണ്ട് എന്നെ ഓരോ പേര് പറയുമ്പോഴും ഇവ പ്രതീക്ഷിക്കാം അവന്റെ പേരെടുത്ത് വരും. അപ്പൊ നമ്മള് പറയുന്നില്ല, നമ്മള് ചിന്തിക്കുന്ന പോലും ഇല്ല. അപ്പൊ ഇവ എനിക്ക് ചോദിച്ചു അമ്മ എന്തുകൊണ്ട് എന്നെ പറ്റി അമ്മ ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞു മോനെ അമ്മയല്ല ചിന്തിക്കേണ്ട, അമ്മ പ്രൊഡ്യൂസറാണ്, അത് ചിന്തിക്കേണ്ടത് ഡയറക്ടർക്ക് ചോദിക്കണ്ട, അയാൾ ഓക്കെ ആണെങ്കിൽ എനിക്ക് വിരോധമില്ലെന്ന്. അങ്ങനെ ഞാൻ അനിലായിരുന്നു ഡയറക്ടർ. അപ്പൊ അനിലിനോട് പറഞ്ഞു അനിൽ ഇവൻ എൻ്റെ ഇങ്ങനെ ചോദ്യം ചോദിച്ചു, ഞാനത് പറയാനിരിക്കുകയായിരുന്നു, നമ്മൾ എന്തിനാ പുറമെ അന്വേഷിക്കുന്നത്, നമുക്ക് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെയാണ് വരുന്നത്, അങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഞാൻ ബ്രോഡ് ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും ഒരു മിസ്സിങ് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് ഇവരെല്ലാവരും ഭയങ്കര ബിസി ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മാം ആണെങ്കിലും നമ്മുടെ നമ്മൾ അപ്പം ഈ ഒരു എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ഞാൻ മീൻസ് ലൈക്ക് അങ്ങനെ ഒരു മിസ്സിങ് എപ്പോഴും ഫീൽ ആയിട്ടുണ്ടോ ഇവരെ? അതായത് നമുക്ക് ചിലപ്പോൾ അത് ഫണ്ണായിരിക്കും, നമ്മളോ ചിലപ്പോൾ തിയേറ്ററിലായിരിക്കും, നമ്മൾ ചിലപ്പോൾ സെറ്റിലായിരിക്കും, നമുക്ക് പക്ഷേ അപ്പോൾ ഹാപ്പി അപ്പോൾ നമ്മളിതിങ്ങനെ കാണുമ്പോഴേ നമ്മളിതിൽ നിന്ന് മിസ് ഔട്ട് ആയി അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? ആ സ്കൂൾ സമയത്ത് എപ്പോഴും ഞാൻ അച്ചാച്ചൻ്റെ കൂടെ ആയിരുന്നു. ഇപ്പം ഞാനും ഗ്രാൻഡ് മദറിന്റെ മദറും ഉണ്ട്. അപ്പൊ അവരുടെ കൂടെ ഫുള്ള് വളർന്നതും ഒക്കെ ചെറുപ്പത്തില്. അപ്പൊ ആ സമയത്തൊക്കെ ഫുള്ളും മിസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്കൂളിൽ നമുക്ക് പക്ഷേ എന്ത് മിസ് ചെയ്യാത്ത സ്കൂള് നമുക്കൊരു വെയിറ്റ് അല്ലായിരുന്നു, അത് സംഭവിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ സ്കൂളിൽ നിന്ന് വരുമ്പോ ഒരു ദിവസം വന്നിട്ട് ഇവൻ ഭയങ്കര ക്ഷീണം, മറ്റേ വന്നു കഴിഞ്ഞാൽ ഉടനെ ഇവനൊരു ജ്യൂസ് ഉണ്ട്, ആ ജ്യൂസ് കുടിക്കണം. ആ ജ്യൂസ് അഥവാ നമ്മൾ തിരക്കി മറന്നുപോയെങ്കിൽ സ്കൂൾ ബാഗ് എടുത്ത് ഒരൊറ്റ കയറാം. അപ്പൊ അത് കാരണം ഞങ്ങൾ ഇവന്റെ പെർഫോമൻസ് പേടിയാ, അതുകൊണ്ട് എപ്പോഴും ആ ജ്യൂസ് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചിരിക്കും. അപ്പൊ ഇത് വന്നാലുടനെ സ്കൂൾ ബാഗ് വെക്ക് എടുത്ത് കുടിക്കുക. പിന്നെയുള്ള ദേഹം കഴുകലും യൂണിഫോം മാറ്റൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് ട്യൂഷനുണ്ട്, ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടാണ് കളി. പക്ഷെ അന്ന് വന്നിട്ട് നേരെ കിടന്നെന്ന് പറഞ്ഞു ഭയങ്കര ക്ഷീണം. വല്ല പനിയാണോ അസുഖം നോക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ എന്താ മോനെ ഓ ഭയങ്കര ക്ഷീണം, ഉറക്കോ. അപ്പൊ ചേട്ടനും പറഞ്ഞു ഉറങ്ങിക്കോട്ടെ, ചിലപ്പോൾ ക്ഷീണം കാണും. അപ്പൊ അന്ന് ഉറങ്ങി. അതുകൊണ്ട് പിറ്റേന്ന് ഇത് റിപ്പീറ്റ് ആവുക. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എന്താ ചിങ്കു, വെറുതെ എങ്കിലും എൻ്റെ മനസ്സിൽ ഞാൻ ചോദിച്ചു നീ കടലിൽ കുളിച്ചോ? വെറുതെ നമുക്ക് ഒരു ഇന്റൻഷൻ വരും, നീ കടലിൽ കുളിച്ചോ? ഇല്ലമ്മ. അപ്പൊ പതിവിലും കൂടുതൽ നിഷ്കളങ്കത. അന്നേരം ഞാൻ പറഞ്ഞു മേലെ കടലിൽ കുടിക്കരുത്, നീന്തൽ അറിഞ്ഞൂടെ, കടലിൽ കുടിക്കരുത്. അപ്പൊ സ്കൂളിന്റെ അടുത്ത് കടല, ഞാൻ ചെയ്യരുത്, അപകടം ഉണ്ടാവും, ചെയ്യരുത്, സത്യം ചെയ്യിപ്പിച്ചു.
പിറ്റേന്ന് റിപ്പീറ്റ് ചെയ്തു. പിറ്റേന്ന് വന്ന് ഈ തളർന്ന് കിടക്കുക, ഈ കടലിൽ ഈ തിരയായിട്ട് അതെ, 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 മല്ലടിച്ച്. അതെ. അന്നേരം ഞാൻ നീ കുളിച്ചോ? അപ്പൊ ഇല്ല, ഷർട്ടൊന്നും നനഞ്ഞിട്ടൊന്നും ഇല്ല. അങ്ങനെ ഞാൻ പിന്നെ ദേഹം നക്കി നോക്കി. മറ്റേ ഉപ്പ് അപ്പൊ ഉപ്പ് രസം കൂടി തടി കൊടുത്തു. എന്നിട്ട് ഞാൻ മുകേഷ് ഏട്ടനൊക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെ കടലിൽ പോയി. നമ്മുടെ ഒന്നും ചെയ്യരുത്, ഞാനും അങ്ങനെ നീന്തൽ പഠിച്ചത്. അത് ശരി. അവിടുന്ന് സപ്പോർട്ട് ഉണ്ടല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു അമ്മന് അപകടം ഉണ്ടാവും, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനന്നേ ഭയങ്കര പേടിയാ ഇങ്ങനെ ചെയ്തെന്നൊക്കെ. എന്നാലും നീന്തൽ പഠിച്ചോട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു. അങ്ങനെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അമ്മ ഞാൻ ഈ ബൈക്ക് കിട്ടാൻ വേണ്ടി മറ്റേ സത്യാഗ്രഹം നടന്ന ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ജോത്സ്യന്റെ അടുത്ത് പോയതിനു ശേഷമാണോ ബൈക്ക് വാങ്ങി കൊടുക്കാൻ വേണ്ടി? എനിക്ക് തോന്നി. അപ്പൊ അതെങ്ങനെയായിരുന്നു എന്നുവെച്ചാൽ രാത്രിയിൽ ഇവന് ഈ പിന്നെ ഈ BBA പഠിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞാൽ കോയമ്പത്തൂർ ഡിഗ്രി പഠിച്ചത്. അന്നേരം അത് കഴിഞ്ഞാൽ ഈ എൻട്രൻസ് എഴുതാതെ MBAക്ക് കിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ GMAT പരീക്ഷ എഴുതണമെന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞു അപ്പോൾ അതിന് കോച്ചിങ്ങിന് പോകണം. അപ്പം ഈ ഇവരെ കോളേജിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഈ ട്യൂഷനുള്ളിടത്ത്. അപ്പോൾ പോയിട്ട് ഞാൻ നമ്മൾ പോകുന്നതിന് മുന്നേ വിളിക്കും, ഉറപ്പുവരുത്തും. പോയി കഴിഞ്ഞിട്ട് തിരിച്ച് ഹോസ്റ്റലിൽ എത്തുന്ന സമയം ഞാൻ വിളിക്കും. അപ്പോൾ വിളിക്കുമ്പോൾ ഇയാൾ പലപ്പോഴും പറയും ഞാൻ റോഡിൽ നിൽക്കുകയാണ്. അപ്പോൾ 8:30-9 മണിയായി. ഞാൻ പറയും എന്തോ മോനെ ഇപ്പോഴും റോഡിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു വണ്ടി ഒരു ബൈക്ക് വരുമ്പോൾ നമ്മൾ കൈ കാണിച്ച് വല്ലവൻ്റെയും ബാക്കിൻ്റെ പുറകിൽ ലിഫ്റ്റ് ചോദിച്ച് പോകണം. എന്തിനാ അമ്മ ഇങ്ങനെ ഈ രാത്രി വരെ ഞാൻ ഈ റോഡിൽ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് യാതൊരു ബൈക്ക്. അപ്പോൾ പറഞ്ഞിട്ട് വേണമെങ്കിൽ അവനൊരു കാർ മേടിച്ചു കൊടുക്കും. പക്ഷെ ബൈക്ക് പരിപാടിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആരും അറിയുന്നില്ല, ചേട്ടനോട് പോലും പറഞ്ഞില്ല. ഇവനെ വിളിച്ച് ഇവൻ നാട്ടിൽ വന്ന ഉടനെ കൊണ്ടുപോയി ഫുൾ പൈസ കൊടുത്തിട്ടൊരു ബൈക്ക് ഇവൻ്റെ സ്വന്തം പേരിൽ ആദ്യമായിട്ട് മേടിക്കുന്ന വണ്ടി മേടിച്ചിട്ട് ഇറങ്ങിയുണ്ട്. പക്ഷേ ഈ അമ്മ വിളിക്കുമ്പോ ഒക്കെ ഞാൻ ഈ പുറത്തേക്കെന്ന് പറയുമ്പോ ഒരിക്കലും പുറത്തല്ലായിരുന്നു, ഞാൻ ഹോസ്റ്റലിൽ തന്നെ ഉണ്ട്. നമ്മളെ സെന്റ് അടിച്ചിട്ട് തെറ്റിദ്ധരിപ്പിച്ചു. എന്നിട്ട് ഞാൻ സത്യമൊക്കെ ചെയ്യിപ്പിച്ചിട്ടാ വിട്ട്. ഞാൻ പറഞ്ഞു ഒരിക്കലും ബൈക്കിൽ കോയമ്പത്തൂർ ഇങ്ങോട്ട് വരണമെന്നൊക്കെ ആഗ്രഹം തോന്നും, വരരുത്. അഥവാ അങ്ങനെ ആണെങ്കിൽ നീ ആ വണ്ടി ഇതേ കണക്ക് ഞാൻ എങ്ങനെ കയറ്റിവിട്ട് അതേ കണക്ക് ഇങ്ങോട്ട് കയറ്റി വിടുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ബൈക്ക് കൊടുത്ത് ഇവിടുന്ന് അവിടുന്ന് കയറ്റി വിട്ടു. ഇയാൾ പുറകിന് പോയി. തിരിച്ചിങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞു ഇങ്ങനെ കായംകുളം വരെ ഇത് വരുന്നുള്ളൂ, കായംകുളത്തുനിന്ന് ഞാൻ ഇവിടം വരെ ഓടിച്ചു വരും കേട്ടോ, മോനെ സൂക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞു. ഈ പണ്ട് ബീച്ചിൽ നിന്ന് വന്ന് കണക്ക് ഇവരെ കൊണ്ണൊക്കെ ഇങ്ങനെ ബൈക്ക് ഓടിച്ചാ വന്നത്. അന്നേരവും ഞാൻ വാൺ ചെയ്തു. പിന്നെ ഒരു ദിവസം രാവിലെ ഇത് കണക്ക് ഇങ്ങനെ കോള് വരുക. അപ്പം ചേട്ടന് ഷൂട്ടിങ് തിരുവനന്തപുരത്തുണ്ട്. അപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത്, ഞാനും ചേട്ടൻ തിരുവനന്തപുരത്ത്. അപ്പം ഞാൻ ഫോൺ എടുത്തില്ല. അപ്പം ചേട്ടൻ എന്നൊക്കെ പറഞ്ഞു ചിങ്കുൻ്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്, അവൻ എടുക്ക് എന്ന് പറഞ്ഞു. എന്തോ എനിക്ക് എടുക്കാൻ ആ രാത്രിയിൽ എനിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര എന്താ പറയുക നമുക്കൊരു മാനസിക ടെൻഷനൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അങ്ങനെയൊക്കെ വല്ലാതെ അസ്വസ്ഥതയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ എടുത്തിട്ട് അപ്പം ഇവൻ്റെ ഫ്രണ്ടാണ്. അപ്പം ചേട്ടൻ പറഞ്ഞു അവൻ്റെ ഫ്രണ്ടാണ് വിളിക്കുന്നത്. അവൻ എന്താന്ന് ചോദിക്കുക. ചോദിച്ചപ്പോൾ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞു, ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞു. ഉടനെ പുള്ളിക്കാരൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഫോൺ എടുത്തോട്ടെ ഏറാണ്. ഞാൻ ഒന്നേ പറഞ്ഞത് ബൈക്ക് പിടിച്ച് കൊടുക്കട്ടെ. ഞാൻ വേഗം തിരിച്ചു വിളിച്ചപ്പോൾ അവൻ ഫോൺ എടുത്തു. ഞാൻ പിന്നെ മോനെ നീ അവൻ്റെ അടുത്തുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, ഒന്ന് കൊടുക്കാവോ എന്ന് ചോദിച്ചു. കൊടുത്തപ്പോൾ ഇവിടുത്തെ അമ്മ അന്നേരം നമുക്ക് കൂളായി നമ്മുടെ മനസ്സാവും സംസാരിച്ചു. ഞാൻ പറഞ്ഞ് ഫസ്റ്റ് ഞാൻ ചോദിക്കുന്നത് മുഖത്ത് വല്ല മുറിവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നെറ്റി ഞാൻ പറഞ്ഞു സ്റ്റിച്ചിട്ടോ. ഞാൻ പറഞ്ഞാ നിനക്ക് ഈ തടിക്ക് കീലോഡിൻ്റെ ഉണ്ട്. അമ്മനുണ്ടാ നിനക്ക് കീലോഡുണ്ട്, നീ അതൊന്ന് പറയാൻ എന്താന്ന് ചോദിച്ചു. അന്നേരം അതൊന്നും പറയാനുള്ള ഇവൻ്റെ ബോധമൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ അതപ്പോഴത്തേക്ക് അത് അതിന്റെ പാടാണ്. കോളേജിലെ സെക്കൻഡ് ഇയർ അവസാനം തേർഡ് ഇയർ ആയിട്ടുണ്ടോ. അത് വേറൊരു ഫ്രണ്ട് ഇത് നമ്മുടെ തെറ്റല്ല, അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇവൻ പറഞ്ഞ പട്ടി കുറുക്ക ചാടിയാന്ന്. അപ്പൊ മുകേഷ് ഏട്ടൻ പറഞ്ഞു ഇവന്മാരെല്ലാം പറയുന്ന ഒരു വാക്കാണ്, ഒരിക്കലും അതല്ല. ഇവര് ജ്യൂസ് കുടിക്കാൻ പോയി. ഇവ എന്നോട് പറഞ്ഞത് ഇവര് ജ്യൂസ് കുടിക്കാൻ പോയി. ജ്യൂസ് കുടിച്ചിട്ട് ഇപ്പൊ ഈ ഹോസ്പിറ്റലിന്റെ അടുത്താണ് നല്ലൊരു ജ്യൂസ് കാണും. ആ ജ്യൂസ് കുടിച്ചിട്ട് തിരിച്ചു വരുമ്പം
ചേസ് ചെയ്യും, രണ്ടു കൂട്ടരും കൂടെ ചേസ് ചെയ്ത് വന്നു. അപ്പൊ ഇവൻ എത്ര കിലോമീറ്റർ ആയി എന്നൊന്ന് നോക്കിയാ പിന്നെ അവനൊന്നും നോക്കിയിട്ട് പിന്നെ നേരെ നോക്കിയപ്പോഴത്തേക്ക് മതിലെത്തി. പിന്നെ പിടിച്ചിട്ടില്ല. പക്ഷെ മറ്റൊരു പുറകിന് വന്നോണ്ട് അവര് കട്ട, അല്ലെങ്കിൽ അവിടെ കിടന്നു പോയി. അവര് മുമ്പേ പോയിരുന്നെങ്കിൽ അവര് അറിയത്തില്ല. പുറകിന് വന്നപ്പോഴത്തേക്ക് അവന്റെ ബൈക്ക് എന്തെങ്കിലും പറ്റിയോ എന്നല്ല, അങ്ങനെ അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. കൈയൊടിഞ്ഞ് അച്ഛനും അമ്മയും വന്ന് കോയമ്പത്തൂര് വന്നിട്ട് അപ്പൊ എന്നെ നോക്കി അവിടെ നിന്ന് കൂടെ നിന്നത് മൊത്തം ആശിഷും താരിക്കെന്ന് പറഞ്ഞ രണ്ട് ഫ്രണ്ട്സാ. യാദവ് പിന്നെയാ വന്നു. അപ്പൊ ആശിഷ് ആണെങ്കിൽ ഒരു മുരടൻ ടൈപ്പാ. അപ്പൊ ഇവൻ പോയി താഴെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ ഏത് റൂമിലോട്ടാ കൊണ്ടുവരേണ്ടതെന്ന് വേണ്ടി അവൻ താഴോട്ട് പോയി. ഇത്തിരി കഴിഞ്ഞ് ഇവർ വന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും ഒന്ന് ഒരു ഹോട്ടൽ റൂം എടുത്തപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ശരിക്കും കൈ ഒടിഞ്ഞിട്ടുണ്ട്, പിന്നെ മുഖം ഇതെല്ലാം ഉണ്ട്. എന്നിട്ട് അച്ഛൻ പോയ ഉടനെ ആശീഷ് എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുക, നിന്റെ അച്ഛന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു എന്ത്? അല്ല, അങ്ങേരുടെ വിചാരം ഞാൻ അതിൻ്റെ കൂടെ തള്ളിയിട്ടെന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത്. ഞാനെന്ത് ചെയ്തിട്ടോ? ഇവരുടെ ഒരു ട്രിപ്പ് കാരണം ഒരു കല്യാണം മുടങ്ങി പോയ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അത് നടന്ന് നടത്തി കൊടുക്കേണ്ടി വന്നതാ ഞാൻ അറിഞ്ഞത്. അതെന്താ പറ്റിയത്? അത് നമ്മുടെ ഒരു ഫ്രണ്ടിനെയും കൊണ്ട് ഇങ്ങനെ, ഞാൻ ദുബായി പഠിച്ചുകൊണ്ടിരിക്കുക MBAക്ക്. അപ്പം വെക്കേഷന് വന്നപ്പം നമ്മുടെ കൂട്ടത്തിലുള്ളൊരു ഫ്രണ്ട് കല്യാണം കഴിക്കാൻ റെഡിയായി. അപ്പം ഞങ്ങൾക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു. അവനൊരിക്കലും ഇപ്പൊ കല്യാണം കഴിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ ഇവരുമായിട്ട് അന്ന് മറ്റേ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കുപ്പിയൊക്കെ ഉണ്ട്, ചെറുതായിട്ട് വെള്ളമൊക്കെ അടിച്ച് അങ്ങനെ ഇവൻ ഭയങ്കര സെന്റിയാക്കി. പറഞ്ഞു നമുക്ക് പഴയ ഫ്രണ്ട്ഷിപ്പ് നിനക്കില്ല, എങ്ങും ഞങ്ങളെ കൊണ്ടുപോകില്ല, ഒരു കുഴപ്പമില്ല, നമുക്ക് പോവാന്ന് പറഞ്ഞു. അന്ന് രാത്രി ബാംഗ്ലൂർ അങ്ങ് പോയി. നെക്സ്റ്റ് 2 ദിവസം കഴിഞ്ഞിട്ട് കണ്ട് എൻ്റെ വീട്ടില് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരണ്ടായിരുന്നു. ഇവനാണെങ്കിൽ ഇവിടെ ഇല്ല. അങ്ങനെ ഇവിടെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ഇവര് തമ്മിൽ ഫോണിൽ കൂടെ സംസാരിച്ച് അടിയായി. അങ്ങനെ അറേഞ്ച് മാരേജ് അങ്ങ് ക്യാൻസൽ ആയി. തിരിച്ച് ടൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് കല്യാണം ഇല്ല. പിന്നെ ലാസ്റ്റ് ഒളിച്ചോടി കല്യാണം കഴിച്ചു. അമ്മന് ഈ ഒരു ടൈമിലല്ലേ അമ്മന് ഭയങ്കര ടെൻഷൻ അടുപ്പിച്ച ഒരു കാര്യം എന്താ? ഈ ആക്സിഡന്റ് അല്ലാണ്ട് ഇവൻ എവിടെ പോയി, അല്ലെങ്കിൽ നമുക്കൊരു ഭയങ്കര ടെൻഷൻ. അല്ല, ഈ ഒരു കല്യാണം മുടക്കിയത് നമുക്ക് അറിഞ്ഞൂടെ? വർഷങ്ങൾക്ക് ശേഷം ആണ് ഇവൻ പറയുന്നത് ഇങ്ങനെ. അവന് നമ്മുടെ ഇവന്റെ കണക്കനോ വളരെ ഫേവറേറ്റ് മോനാ. പക്ഷെ അവനെങ്ങനെ ആ കുട്ടിയായിട്ട് പോയെന്ന് പറഞ്ഞാൽ അവൻ എന്ത് നടത്തി കൊടുത്തുവിടായിരുന്നു എന്താ ഞാൻ ചോദിക്കുന്നുള്ളു. പക്ഷെ ഇങ്ങനൊരു പിന്നിൽ വലിയൊരു കഥയുണ്ടെന്നുള്ള ഈ ചെറുക്കൻ ബാംഗ്ലൂർ പോയി, അവിടുന്ന് ഗോവയിൽ പോയി, അങ്ങനെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ടൂറായി ചെറുക്ക. ഈ പെണ്ണുകൂട്ടുകാരും ഇവരും അങ്ങോട്ടും ഇങ്ങോട്ടും 2 ജാതിയും കൂടെ ആയിരുന്നു. അപ്പൊ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം ജാതിയെ പറഞ്ഞിട്ട് വഴക്കായി. അങ്ങനെയൊക്കെ വഴക്കായത്. പിന്നെ ഇവര് വന്നു കഴിഞ്ഞിട്ട് 2 പേരും ഒളിച്ചോടി പോയി. ഇപ്പോഴും നമ്മുടെ നല്ല ഇവന്റെ ഫ്രണ്ട്സ് തന്നെയാണ് അവര്, നമ്മുടെയും പ്രിയപ്പെട്ട മക്കള് തന്നെയാണ്. അമ്മയുടെ മെമ്മറി ഞാൻ ചോദിക്കും, ആദ്യമായിട്ട് അമ്മ ഇവൻ എന്തോന്ന് മണക്കുന്നുണ്ടല്ലോ, ഇവൻ ചെറുതായിട്ട് കഴിച്ചിട്ടുണ്ടോ അമ്മ എപ്പോഴാ പിടിച്ചത്? അങ്ങനെ ഇല്ല, പേടിയാണ്. ഇല്ല, അങ്ങനൊന്നും തോന്നിയിട്ടില്ല. കാരണം ചെറുപ്പം നമ്മൾ ഈ വീട്ടില് എല്ലാരും കൂടെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു പ്രായം എത്തുമ്പോ അങ്ങനെ കട്ടുകുടിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. ഫ്രണ്ട്സിന്റെ കൂടെ തിരിച്ചു വരുമല്ലോ. ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ എന്ന് വെച്ചാൽ ഈ ലേറ്റ് ആയിട്ട് വരുന്നതിനകത്ത് എനിക്ക് താല്പര്യമില്ല. അതിന് പക്ഷെ എപ്പോ വന്നാലും ഞാൻ അതുവരെ ഉണർന്നിരിക്കും. ഞാൻ പറയും അങ്ങനെ ലേറ്റ് ആവരുത്, നിങ്ങൾക്ക് സമയം പോകുന്ന അറിയില്ല. പക്ഷെ വീട്ടിലിരിക്കുന്നവർക്ക് കൊച്ചിലൊരു സംഭവം ഉണ്ടായി. കൊച്ചിൽ ഇതണക്ക് ചേട്ടൻ എവിടെ പോയിട്ട് വരാൻ ലേറ്റ് ആയി. അപ്പൊ ഇവൻ കുഞ്ഞാ, അപ്പൊ എൻ്റെ കസിൻസും ഉണ്ട് തൃശ്ശൂരാ, അപ്പോൾ അവരും ഉണ്ട്. അപ്പം ഇങ്ങനെ പുറത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ഇവന്മാർ പറഞ്ഞു എന്തോ ഇത്രയും നേരമായിട്ട് കാണുന്നില്ലല്ലോ. ഞാൻ പിന്നെ കണ്ട വീട്ടിൽ ഇരിക്കുന്നവരെ വിഷമം മനസ്സിലായ. അപ്പം അതുകൊണ്ട് നിങ്ങളിങ്ങനെ ലേറ്റ് ആവരുത്, നിങ്ങളുടെ സമയമാകുമ്പോൾ നിങ്ങൾ നേരത്തെ ഇവിടെ വരണം, അല്ലെ വിളിച്ച് പറയാം, ഇങ്ങനെ കാത്തിരിക്കരുത്. ഉടനെ ഇവൻ്റെ കസിൻ ചെറിയവൻ പറയും, ഇല്ല അങ്ങനെയുള്ള ദിവസം ഞങ്ങൾ ബാറിൽ തന്നെ കിടന്നോളാം. എപ്പോഴും പറഞ്ഞു ചിരിക്കും. ഉടനെ സോൾവ് ചെയ്തു, സേഫ് ആയിട്ട് അവിടെ ഞങ്ങൾ അവിടെ നിന്നോളാം.